ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കണോ? അങ്ങനെയാണെങ്കിൽ ഈ 4 കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതിയാവും. ഒന്നാമതായിട്ട് നമ്മൾ ഓഫീസെല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് വരുന്ന സമയത്ത് നമ്മൾ സമൂസ, മിക്സ്ചർ, അതുപോലെ തന്നെ ഈ എണ്ണയിൽ ഒത്തിരി നേരം മുക്കിപ്പൊരിച്ച ഈ പരിപ്പ് കൂടെയൊക്കെ സ്ഥിരമായി വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ രക്തധമനികളിൽ ബ്ലോക്ക് ഉണ്ടാക്കാൻ വേറൊരു കാര്യം വേണ്ട. കാരണം അതിൻ്റെ അകത്ത് ധാരാളം LDL കൊളസ്ട്രോൾ ആകുന്നുണ്ട്. അത് മാത്രമല്ല ഈ എണ്ണയൊക്കെ ചിലപ്പോൾ 1-2 ദിവസമൊക്കെ പഴക്കമുള്ള എണ്ണയായിരിക്കും. രണ്ടാമതായിട്ട് മയനേസ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ്. 1 ലിറ്റർ എണ്ണയിൽ 2 മുട്ടയും പൊട്ടിച്ച് കുറച്ച് ഗാർലിക്കും അരച്ചു കഴിഞ്ഞാൽ അത് മയനേസായി. ആ എണ്ണയാണ് നമ്മൾ വാരി കുടിക്കുന്നത്. സ്ഥിരമായിട്ട് അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഹൃദയധമനികളിൽ ബ്ലോക്ക് ഉണ്ടാക്കാൻ വേറെ ഒന്നും വേണ്ട എന്ന് പറയാം. മൂന്നാമതായിട്ട് സ്ഥിരമായിട്ട് പിസ്സ, ബർഗർ, ഫ്രഞ്ച് ഫ്രൈസ്, കൊക്കക്കോള പോലുള്ള സാധനങ്ങൾ കഴിക്കുന്നവരാണ്. ഇപ്പോഴത്തെ ഒരു IT കൾച്ചർ എന്ന് പറഞ്ഞാൽ എല്ലാ 3 ദിവസം കൂടുമ്പോഴും ഇതുപോലെ പിസ്സ, ബർഗർ പോലുള്ള സാധനങ്ങൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്നു, ഇത് കഴിക്കുന്നു. വ്യായാമം വളരെയധികം കുറവാണ്. ഇത്തരം ആളുകളിൽ ഹാർട്ട് അറ്റാക്ക് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുക. നാലാമതായിട്ട് ചില പാക്കറ്റ് ഫുഡ്സ്, മാഗി, കുർക്കുറെ, അതുപോലെ ലേസ് പോലുള്ള കമ്പനികളിൽ ധാരാളം ഉപ്പുകൾ ആഡ് ചെയ്യുന്നുണ്ട്. അത് കേടാകാതിരിക്കാൻ പല പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് സ്ഥിരമായി കഴിച്ചാൽ അമിതമായിട്ടുള്ള രക്തസമ്മർദ്ദം ഉണ്ടാവും, ഹൃദയധമനികളിൽ ബ്ലോക്ക് ഉണ്ടാവും, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും. വളരെ ചെറുപ്പമായിട്ടുള്ള കുട്ടികളാണ് ഇപ്പോൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടത് 16 വയസ്സുള്ള ഒരു കുട്ടി ഹാർട്ട് അറ്റാക്ക് വന്ന് മരണപ്പെടുന്നതാണ്. അതിന് മുമ്പത്തെ ആഴ്ച കണ്ടത് 18 വയസ്സുള്ള ഒരു കുട്ടി ഹാർട്ട് അറ്റാക്ക് വന്ന് മരണപ്പെടുന്നതാണ്. ഇത് ലൈറ്റായിട്ട് എടുക്കേണ്ട ഒരു കാര്യമല്ല, വളരെ കാര്യമായിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.